ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്ത്വാമയുതം സമാസിഷേവേ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. സമയേ, സമയേ എന്ന് പറഞ്ഞാൽ സമയത്ത്, ആ ഒരു കാലത്ത് എന്നുള്ളതാണ്. ഖലു, ഖലു എന്ന് പറഞ്ഞാൽ തന്നെ, ആ ഒരു കാലത്ത് തന്നെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ഈ സ്വയംഭുവ മനുവിൻ്റെ കാലത്തെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് തന്നെ തത്ര, തത്ര എന്നാൽ ആ, അതായത് ആ കാലത്ത്, ആ സമയത്ത്. കർദമാഖ്യോ, കർദമ ആഖ്യോ, ആഖ്യോ എന്നാൽ പറയപ്പെടുന്ന, കർദമാഖ്യോ കർദമൻ എന്നു പേരുള്ള, ഇവിടെ കർദമ പ്രജാപതിയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ കപിലാവതാരത്തിലേക്കുള്ള ഒരു വരവാണ് ഈ ശ്ലോകങ്ങളിലൂടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന കപിലാവതാരത്തിലേക്കാണ്. അപ്പോൾ പറയുകയാണ് കർദമ പ്രജാപതി, കർദമൻ എന്ന് പേരുള്ള ആ പ്രജാപതിയുടെ കാര്യമാണ് പറയുന്നത്. ഈ കർദമ പ്രജാപതിയുടെയൊക്കെ കാര്യം എപ്പോൾ നടന്നാണ്? സ്വയംഭുവ മന്വന്തരത്തിൽ നടന്ന കാര്യം, ഏറ്റവും ആദ്യത്തെ മന്വന്തരത്തിൽ നടന്ന കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു മന്വന്തരം എന്ന് പറയും, നമ്മൾ പറഞ്ഞു 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ്. ഇതിപ്പോൾ 7ാമത്തെ മന്വന്തരമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ 7 മന്വന്തരങ്ങൾക്കിപ്പുറം ഈ 7ാമത്തെ മന്വന്തരത്തിൽ ഇരുന്നിട്ടാണ്, അതും 7ാമത്തെ മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമേ ആയിട്ടുള്ളൂ. 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇത് നടന്നത് ആദ്യത്തെ മന്വന്തരത്തിലാണ്, സ്വയംഭുവ മന്വന്തരത്തിൽ. അപ്പോൾ ആ കാലത്ത് കർദമൻ എന്നു പേരുള്ള ഒരു പ്രജാപതി എന്ന് പറയുന്നത്, നമ്മൾ ജനക മഹാരാജാവിനെ കുറിച്ചൊക്കെ പറയാറില്ലേ, അതായത് രാജാവുമാണ്, ഒപ്പം ആ ഒരു സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഭൗതികമായിട്ടുള്ള യാതൊന്നും തന്നെ ബാധിക്കുന്നതേ ഇല്ല. അത്രമാത്രം ആത്മജ്ഞാനം നേടിയ, അതിൽ ആ തത്വത്തിൽ മനസ്സ് ഉറച്ചു കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളെയാണ് പ്രജാപതി എന്ന് പറയുന്നത്. രാജാവായിരിക്കുമ്പോഴും തൻ്റെ രാജ്യമോ അല്ലെങ്കിൽ തൻ്റെ കടമകൾ ചെയ്യുമ്പോഴും, തൻ്റെ ഉത്തരവാദിത്വം രാജ്യത്തെ സംരക്ഷിക്കുക എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ള കടമകളൊക്കെ ചെയ്യുമ്പോഴും അതിനതീതമായി, ഇതിനോടൊന്നും ഒട്ടലില്ലാതെ, മനസ്സിതിലൊന്നും ഭ്രമിക്കാതെ പരമമായ ആ സത്യത്തിൽ, തത്വജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്ന രാജർഷികൾ ആണ് ഈ പ്രജാപതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കർദമൻ എന്നു പേരുള്ള പ്രജാപതി ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച, ഇവിടെ ദ്രുഹിണച്ഛായ ഭവ തദീയ വാച, ദ്രുഹിണച്ഛായ ഭവ തദീയ വാച, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച. ദ്രുഹിണച്ഛായ ഭവ, ദ്രുഹിണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ഛായ എന്നാൽ നിഴല്, ഭവ ഉണ്ടായ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുണ്ടായതാണ് ആര്? ഈ കർദമൻ എന്ന് പറയുന്ന പ്രജാപതി. അപ്പോൾ ഈ സ്വയംഭുവ മന്വന്തരത്തിൽ സ്വയംഭുവ മനു ആ മന്വന്തരാധിപനായി ഇരിക്കുന്ന കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നുമുണ്ടായ കർദമൻ എന്ന് പറയുന്ന പ്രജാപതി തദീയ വാച, തദീയ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിൻ്റെ, തൻ്റെ പിതൃസ്ഥാനീയനായ ബ്രഹ്മാവിൻ്റെ വാച, വാക്കുകളെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ധൃതസർഗരസോ, സർഗം എന്നാൽ പ്രജാനിർമ്മിതിയാണ്, നമ്മൾ മുൻപ് കണ്ടിരുന്നു അത്. അപ്പോൾ ധൃതസർഗരസോ, ആ പ്രജാസൃഷ്ടിയിൽ തൽപരനായി, അത് തൻ്റെ ഉള്ളിൽ നിന്നും വന്ന ഒരു താല്പര്യത്തേക്കാൾ
തൻ്റെ പിതൃതുല്യനായ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം കൊണ്ട് ആ വാക്കുകളെ അനുസരിക്കാൻ വേണ്ടി ആ പ്രജാനിർമ്മിതിയിൽ ശരി ഞാൻ ചെയ്യാം എന്നുള്ള ഒരു ഭാവത്തിലേക്ക് കർദമ പ്രജാപതി എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രജാനിർമ്മിതിയിൽ പ്രജാസൃഷ്ടിയിൽ തൽപരനായി നിസർഗരമ്യം. നിസർഗരമ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രകൃത്യാ തന്നെ സുന്ദരമൂർത്തിയായിരിക്കുന്ന ഭഗവം സ്വാമയുതം. ഭഗവൻ ത്വാം അയുതം. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭഗവം സ്വാമയുതം. ഭഗവൻ അല്ലയോ ഭഗവാനെ. അപ്പോൾ പ്രകൃത്യാ തന്നെ സുന്ദരമൂർത്തിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ. ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ സൗന്ദര്യത്തെക്കുറിച്ച് മുൻപ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തന്നെ പറഞ്ഞു, സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സൗന്ദര്യമുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒന്നാണ് അല്ലയോ ഭഗവാനെ അങ്ങ്. അഥവാ സൗന്ദര്യം എന്ന വാക്കുപോലും അത് പരിപൂർണമായി തീരുന്ന, അതിൻ്റെ അർത്ഥം പരിപൂർണമായി തീരുന്നത് അല്ലയോ ഭഗവാനെ അങ്ങയെ വർണ്ണിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ പ്രകൃത്യാ തന്നെ സുന്ദരനായിരിക്കുന്ന, സുന്ദരമൂർത്തിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങയെ, ത്വാം അങ്ങയെ, അയുതം. അയുതം എന്നാൽ 10,000 സമാസിഷേവേ. സമാഹ സിഷേവേ. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സമാസിഷേവേ. സമാഹ എന്നാൽ സമമായിട്ടുള്ളത് അഥവാ തുല്യമായിട്ടുള്ളത്. അപ്പം 10,000 കാലത്തിന് തുല്യമായിട്ടുള്ള അഥവാ 10,000 കാലം, 10,000 വർഷങ്ങൾ. സിഷേവേ. സിഷേവേ എന്നാൽ സേവിച്ചു, ഭഗവാനെ അങ്ങയെ ഭജിച്ചു. അപ്പോൾ ഈ 10,000 വർഷക്കാലം അല്ലയോ ഭഗവാനെ അങ്ങയെ ഭജിച്ചു. ആര്? കർദമ പ്രജാപതി. അപ്പോൾ ഈ സ്വയംഭുവ മനുവിൻ്റെ ഭരണകാലത്ത് തന്നെ അല്ലയോ ഭഗവാനെ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ഉത്ഭവിച്ച ജന്മം കൊണ്ട കർദമൻ എന്ന പ്രജാപതി തൻ്റെ പിതാവിൻ്റെ വാക്കുകളെ മാനിക്കുന്നതിനായി അല്ലെങ്കിൽ ആ നിർദ്ദേശമനുസരിച്ച് പ്രജാസൃഷ്ടിയിൽ തൽപരനായിക്കൊണ്ട് അല്ലയോ ഭഗവാനെ പ്രകൃത്യാ തന്നെ സുന്ദരനായ അങ്ങയുടെ, സുന്ദരമൂർത്തിയായ അങ്ങയുടെ പാദപത്മങ്ങളെ 10,000 വർഷക്കാലം ഭജിച്ചു അല്ലെങ്കിൽ സേവ ചെയ്തു. ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് ഓരോ സൃഷ്ടിയും എങ്ങനെയാണ് ചെയ്യേണ്ടത്. സൃഷ്ടി എന്ന് പറയുന്നത് കേവലമായ ഒരു ദേഹസംയോഗമല്ല, മറിച്ച് അത്യുത്കൃഷ്ടമായിട്ടുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ കാരണം പുതിയ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ തുടക്കം ആ പ്രജാസൃഷ്ടിയിൽ ഏർപ്പെടുന്ന അച്ഛനമ്മമാരിൽ നിക്ഷിപ്തമാണ്. ഇവിടെ ആ ഒരു ആത്മീയമായ സംസ്കാരം അടുത്ത ഒരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ആ ഒരു ഉത്തരവാദിത്വം തന്നെയല്ല ആ സൃഷ്ടികർമ്മം നടക്കേണ്ടത്. അതും ഭഗവാനെ ഈശ്വരപ്രീതിയോടെ തന്നെ, അങ്ങയുടെ പ്രീതിയോടുകൂടി തന്നെ വേണം എന്നുള്ള ഒരു തത്വം കൂടി ഇവിടെ കർദമ പ്രജാപതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ സൃഷ്ടിയിലേക്ക്, സൃഷ്ടികർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ 10,000 കൊല്ലം, 10,000 വർഷങ്ങൾ അല്ലയോ ഭഗവാനെ അങ്ങയുടെ പാദപത്മങ്ങളെ സേവിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. അപ്പോൾ ഇനി ഉണ്ടാകുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഇനി തന്നിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പ്രജകൾ, അവരിലേക്കും ആ ഒരു ആത്മീയ സംസ്കാരം വരണമെങ്കിൽ അത് താൻ ആദ്യം അനുവർത്തിക്കണമെന്ന് കർദമ പ്രജാപതിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. തന്നെയല്ല
ഈ കർദമ പ്രജാപതി നമ്മൾ പറഞ്ഞു ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൽ മനസ്സിനെ രമിപ്പിക്കുന്നവനല്ല, മറിച്ച് ആ ഭഗവത് ചിന്തയിൽ, ആ തത്വജ്ഞാനത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ എന്നിട്ടും പ്രജാസൃഷ്ടി എന്ന കർത്തവ്യം പിതാവ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് താൻ ഏറ്റെടുത്തത്. ശരി, അങ്ങനെ ചെയ്യുമ്പോൾ പോലും അതും ഭഗവാനെ അങ്ങയുടെ സങ്കല്പം അനുസരിച്ച് ആത്മീയ സംസ്കാരമുള്ള ഒരു തലമുറയാവണമേ തന്നിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നന്നായി ഭഗവത്പാദങ്ങളെ സ്മരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കർത്തവ്യത്തിലേക്ക് കർദമ പ്രജാപതി കടക്കാൻ പോകുന്നത്. ഇത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇവിടെ സദാ ഭഗവാനെ 10,000 വർഷം സദാ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം ചിന്തിച്ചാൽ നമുക്കറിയാം, സന്ധ്യാസമയത്ത് വീട്ടിൽ ദീപം കൊളുത്തുമ്പോൾ പോലും ആ ദീപത്തിൻ്റെ മുന്നിലിരുന്ന പണ്ട് അച്ഛനമ്മമാരും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ കൂടി ചെറുമക്കളെയും കൂട്ടിയിരുന്ന് നാമം ജപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നവയുഗ മാധ്യമങ്ങളിലേക്ക് അച്ഛനമ്മമാർ മാറുന്ന ഒരു കാലഘട്ടം, ഈശ്വരനാമം സന്ധ്യയ്ക്ക് വീട്ടിൽ നിന്നും ഉയർന്നു കേൾക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ആ ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് ആത്മീയ സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ തളർന്നു പോവുകയും അതേപോലെ മറ്റുള്ള പല ദുശ്ശീലങ്ങൾക്കും വശംവദരാവുകയും ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെ ഒരു ദയനീയ കാഴ്ച ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ളിടത്ത് നമുക്കാണ് ഈ ഒരു പാഠം പകർന്നു തരുന്നത്, എങ്ങനെയാണ് ഒരു സൃഷ്ടി നടത്തപ്പെടേണ്ടത്. ഏറ്റവും മഹത്തായ ഒരു കർമ്മമായ സൃഷ്ടി നടത്തുന്നതിനു മുൻപ് അതിനും ഭഗവത് പ്രീതിയോടുകൂടി തന്നെ അത് ചെയ്യണമെന്നിരിക്കെ അതും ഭഗവത് വിചാരത്തോടുകൂടി തന്നെ ചെയ്യണമെന്ന് ഇരിക്കെ, അഥവാ ആ നിമിഷങ്ങൾ പോലും ഭഗവത് സ്മൃതി ഉണ്ടാവണമെന്നിരിക്കെ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിലെ ഒരു നിമിഷം പോലും ആ സ്മൃതി ഇല്ലാതെ ഭഗവാനെ സ്മരിക്കാതെ കടന്നു പോകരുത്. കാരണം സദാ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാൻ മാത്രമേ ഈ ലോകത്തിലുള്ളൂ, ഈ പ്രപഞ്ചത്തിലുള്ളൂ. അഥവാ ഭഗവാനിങ്കലാണ് നമ്മളൊക്കെ കുടികൊള്ളുന്നത്, നമ്മളൊക്കെ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെയൊക്കെ ആധാരമായ അടിസ്ഥാനമായ നമ്മൾ യാതൊരു ശക്തിയിലാണോ നിലനിൽക്കുന്നത്, ആ ഭഗവാനെ സ്മരിക്കാതെ ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത്. കർമ്മം ഏതുമാകട്ടെ, കർമ്മമേഖല ഏതുമാകട്ടെ, എവിടെ നിന്നിരുന്നാലും നമ്മൾ നിൽക്കുന്ന ഇടം എവിടെയായിരുന്നാലും അവിടെയും ഒക്കെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്, ഭഗവത് ചൈതന്യമുണ്ട്. അതുകൊണ്ടാണ് ആ ഇടത്തിനും നിലനിൽപ്പുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ സദാ 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 സ്മരിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കണം. അപ്പോഴേ നമ്മുടെ കർമ്മങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുകയുള്ളൂ, ഭംഗിയായി അത് പര്യവസാനിക്കുകയുള്ളൂ എന്നുകൂടി ഇവിടെ കർദമ പ്രജാപതി നമുക്ക് കാണിച്ചു തരികയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയ വാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവം സ്വാമയുതം സമാസിഷേവേ. നീ
ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രണ്ടാമത്തെ പാദത്തിൽ ദ്രുഹിണഛായ ഭവസ്തദീയ വാച, അത് സമസ്ത പദമാണ്, അത് ചേർത്ത് വായിക്കേണ്ടതാണ്. അതുപോലെ നാലാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ ഭഗവം സ്ത്വാം അയുതം, അവിടെ സ്ത്വാം അയുതമാണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. അതുപോലെ സമാസിഷേവേ, അവിടെ സ കൂട്ടക്ഷരമാണ്, അതുകൊണ്ട് അവിടെയും ശ്രദ്ധിച്ച് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദങ്ങൾ കൂടി പറഞ്ഞു തരാം. തത്ര സമയേ ഖലു ദ്രുഹിണഛായ ഭവ കർദ്ദമാഖ്യ തദീയവാച ധൃതസർഗരസ ഹേ ഭഗവൻ. അവിടെ ഹേ എന്നുള്ളത് നമുക്ക് ശ്ലോകത്തിലില്ല, പക്ഷേ നമ്മൾ സംബോധന ചെയ്യുമ്പോൾ അല്ലയോ ഭഗവാനെ എന്നുള്ള ഒരു ഇതിൽ അവിടെ ഹേ എന്നുള്ളത് നമ്മൾ അന്വയക്രമം പറയുമ്പം പറയാറുണ്ട്. കാരണം അതൊരു സംബോധനയാണ്. അവിടെ അത് ശ്ലോകത്തിൽ ഇല്ലെങ്കിലും അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള, അഥവാ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഹേ ഭഗവൻ നിസർഗരമ്യം ത്വാം അയുധം സമാസിഷേവേ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇവിടെ അന്വയക്രമത്തിലുള്ള പദം, ആ ഒരു വാചകം എങ്ങനെയാണ്, ആ ഒരു ശ്ലോകം അന്വയക്രമത്തിൽ എങ്ങനെയാണ് പറയുക എന്ന് നോക്കാം. തത്ര സമയേ ഖലു ദ്രുഹിണഛായ ഭവ കർദ്ദമാഖ്യ തദീയ വാച ധൃതസർഗരസ ഹേ ഭഗവൻ നിസർഗരമ്യം ത്വാം അയുധം സമാസിഷേവേ. ഇതിത്രയുമാണ് ആ ഒരു ശ്ലോകവുമായിട്ട് നമുക്ക് ചേർത്ത് വിചാരം ചെയ്യാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.